Watch full episodes on Jio Hotstar. സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മുത്തശ്ശന്റെ പ്രയത്നത്താൽ നമ്മുടെ വേദാ സിറ്റി ജനങ്ങൾക്ക് വേണ്ടി സോളാർ പവർ പ്ലാന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സർക്കാർ ഇതിനു വേണ്ടി ജോയിന്റ് സോളാർ പവർ പ്ലാന്റ് നമ്മുടെ വേദാ സിറ്റിയിൽ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കാരണം എല്ലാവർക്കും ഫ്രീ ഇലക്ട്രിസിറ്റി കിട്ടും. ഇപ്പൊ ആ പവർ പ്ലാന്റ് ഓൺ ദി വേ ആണ്. ഏത് സമയത്തും ഇവിടെ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ മുത്തശ്ശന് 3 cheers. ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹിപ് ഹൂറേ, ഹൂറേ, ഹൂറേ. കറണ്ടിന്റെ ഷോക്കും ബിജിലി സിംഗ് തരുന്ന ഷോക്കും വളരെ അപകടകരമാണ്. എടോ ചിങ്കാരി രാമേ, ആ ജോയിന്റ് സോളാർ പവർ പ്ലാന്റ് വേദാ നഗരത്തിലെത്താൻ പാടില്ല. താങ്ക് യു മുത്തശ്ശ. ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹൂറേ. ഇനി നമ്മുടെ മന്ത്രി 2 വാക്ക് സംസാരിക്കും. മന്ത്രി സാർ പ്ലീസ്. ഹലോ ഹലോ സാറേ, ജോയിന്റ് പവർ പ്ലാന്റ് ഏതോ ഗുണ്ടകള് അടിച്ചു മാറ്റി കൊണ്ടുപോയി. എന്ത്? ഇതെന്താണ് ആ കുട്ടി റോഡിന്റെ നടക്കിൽ വന്ന് വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്നത്? വേഗം ചെല്ലണോ? കുട്ടി വഴിന്ന് മാറ്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ആ കുട്ടിയുടെ കഥ വേഗം കഴിച്ചേക്ക. താങ്ക് യു വെരി മച്ച്. നീ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഗുണ്ടകൾ ഈ പവർ പ്ലാന്റ് വേദാനഗരത്തിൽ എത്തിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. കറണ്ടിന്റെ ഷോക്കും ബിജിലി സിംഗ് തരുന്ന ഷോക്കും വളരെ അപകടകരമാണ്. നിങ്ങൾക്കൊക്കെ നാണമില്ലടോ? ഒരു കുട്ടിയുടെ തല്ലും മേടിച്ചു വന്നിരിക്കുന്നു. അഥവാ സോളാർ പ്ലാൻ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ബിസിനസിന് ആവശ്യമുള്ള മുഴുവൻ കറണ്ടും എനിക്ക് കിട്ടുമായിരുന്നല്ലോ. ഇപ്പോഴെന്റെ ബിസിനസ് മുഴുവൻ പൊട്ടി പൊളിഞ്ഞു പോയല്ലോ. ഒന്ന് കൺട്രോൾ ചെയ്യേ, അല്ലെങ്കിൽ ആ പ്രഷർ അങ്ങ് കൂടുവന്നേ. ഇനി കൂടാനൊന്നും ഇല്ലടോ. കുറച്ചു വർഷങ്ങളായിട്ട് വേദാ സിറ്റിയിൽ ഞാനാണ് പവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആരും എന്റെ അടുത്ത് കറണ്ട് ചോദിക്കില്ല. എന്റെ പവർ പ്ലാന്റ് മൂടിപ്പോകും. ഈ പവർ പ്ലാന്റിന് വേണ്ടി ഞാൻ കോടിക്കണക്കിന് രൂപയെ കടം മേടിച്ചിരിക്കുന്നത്. ഈ കടം മുഴുവൻ ഞാൻ എങ്ങനെ തീർക്കും? വീട്ടുകളെ പറ. ഇവിടെയുള്ളവനെയൊക്കെ തീറ്റിപ്പോറ്റി എന്നെ വേണം തല്ലാൻ. എന്തായാലും ഞാൻ നേരത്തെ ഒരു പ്ലാൻ റെഡിയാക്കി വെച്ചത് നന്നായി. ഈ ഗാഡ്ജറ്റ് എല്ലാ വീട്ടിന് മുകളിലുള്ള സോളാർ പ്ലാന്റിൽ പോയി അറ്റാച്ച് ചെയ്യേ. പിന്നെ ആ പ്ലാന്റ് മുഴുവനും എന്റെ കൺട്രോളിലാകും. അപ്പോൾ എന്റെ കൺട്രോൾ വഴിയായിരിക്കും ഇവിടെ നിന്ന് ഓരോ വീട്ടിലേക്കും കറണ്ട് പോകുന്നത്. ഞാൻ വിചാരിക്കുകയാണെങ്കിൽ കറണ്ടിന്റെ പവറങ്ങ് കൂട്ടി ഒരു വീട് മുഴുവനും കത്തിപ്പിച്ച് ചമ്പലാക്കാം. ഒരുപാട് കുറച്ചാലോ ആ വീട് മുഴുവനും എനിക്ക് ഇരുട്ടിലാക്കാനും പറ്റും. ചല്ലേ, എന്നിട്ടിത് കൊണ്ടുപോയി ഓരോ വീടുകളിലുമുള്ള സോളാറിൽ ഫിക്സ് ചെയ്യൂ.
തണുത്ത വെള്ളത്തിൽ കുളി ഭയങ്കര സുഖം. എന്തു പറ്റി? പെട്ടെന്ന് ഇങ്ങനെ ശബ്ദം കൂടാൻ എന്താ കാര്യം? മിണ്ടാതെ നിന്ന് കുളിക്കാൻ അറിയില്ലേ? എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? അല്ല, സോപ്പ് ഇടുന്നതിന് പകരം എവിടെ ഇടയ്ക്കിടയ്ക്ക് ചുമന്ന നിറം കാണുന്നല്ലോ. ഒന്നും പുരട്ടിയില്ല. എങ്ങനെയാന്നറിയില്ല, ദേഹം മുഴുവൻ ചുവപ്പായി മാറി. എങ്ങനെയാണ് ഈ ഷവറിൽ നിന്നും ഈ ചുവന്ന വെള്ളം വരാൻ തുടങ്ങിയെന്ന് അറിയില്ല. അതിശയമായിരിക്കുന്നു. ദേഹം മുഴുവൻ പൊള്ളിപ്പോയി. എന്ത്? തണുത്ത വെള്ളം ചൂടായി ഷവറിൽ നിന്ന് വന്നല്ലോ. ആരോ കരയുന്ന ശബ്ദം പുറത്തുനിന്ന് വരുന്നുണ്ടല്ലോ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, എന്റെ മേലാകെ അല്ല, നിങ്ങളുടെ വീട്ടിലും ഈ ചൂടുവെള്ളം തന്നെയാണോ വരുന്നത്? നിങ്ങൾ ഇത് കണ്ടില്ലേ? എന്റെ മൈക്രോവേവില് ചിക്കൻ വേവിക്കാൻ വെച്ചതാ. തന്തൂരി പോയിട്ട് ഇതിപ്പോ കരിക്കട്ടയായി. എന്താ ചെയ്യാ? ഞാനിപ്പോ എന്തു പറയും? ഇന്നലെ ഞാൻ ഇവിടെ പ്ലാന്റ് വെച്ചത്. ഇന്നിങ്ങനെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാ സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പം മാത്രമല്ല, ചിലപ്പോ ഇത് മനഃപൂർവ്വമായിരിക്കും. ശിവ, എല്ലാരുടെ വീട്ടിലും പൈപ്പിൽ നിന്ന് വെള്ളം തിളച്ചാ വരുന്നത്. എന്തായിരിക്കും അങ്ങനെ സംഭവിച്ചത്? എന്തോ പ്രശ്നമുണ്ട്. എല്ലാ സോളാർ പ്ലാന്റും ഒരേ സമയത്ത് ചീത്തയാവില്ലല്ലോ. എനിക്ക് ആ ഗുണ്ടകളെയാണ് ഭയങ്കര സംശയമുള്ളത്. ആ ജയന്റ് പ്ലാന്റിനെ അവര് മോഷ്ടിക്കാൻ നടക്കുവാണ്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഗ്രാമത്തിലെ ഇതുപോലെ എല്ലാ സോളാർ പ്ലാന്റും പെട്ടെന്ന് തന്നെ ചൂടാവാൻ തുടങ്ങി. ഞാൻ എന്റെ വീടിന്റെ ടെറസും പുറത്ത് കയറി നേരെ സൂര്യനെ നോക്കി ഞാൻ ഒച്ചയിട്ടു, മര്യാദയ്ക്ക് ഇരിക്കണം, അല്ലാതെ ഞങ്ങളുടെ പവർ പ്ലാന്റിനെ കൂടുതൽ ചൂടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ. പെട്ടെന്ന് ആദ്യം ഉറക്കത്തിന് എഴുന്നേറ്റു. അങ്ങോട്ട് നോക്കിയേ, ജയന്റ് സോളാർ ഫാൻ വെച്ചു. ഇനി ഏതെങ്കിലും വീട്ടിൽ സോളാർ ഫാൻ ചീത്തയായാൽ കറണ്ട് ഇവിടെ നിന്നും എല്ലാവർക്കും ലഭിക്കും. ബോസ്, വേദാനഗരത്തിലെ ജെയിൻ സോളാർ പവർ പ്ലാന്റ് പിടിപ്പിച്ചു കഴിഞ്ഞു. നമ്മളുടെ കഥ പോക്കായി ബോസേ. നമ്മളിപ്പോ എന്താ ചെയ്യാ ബോസേ? കറണ്ടിന്റെ ഷോക്കും ബിജിലിസിംഗ് തരുന്ന ഷോക്കും വളരെ അപകടകരമാണ്. ആ കുട്ടി എന്റെ എല്ലാ ബിസിനസ്സുകളും തല്ലി തകർത്ത് കളഞ്ഞു. ചെല്ലടാ, വേഗം പോയ കുട്ടിയെ പിടിച്ചു കൊണ്ടുവാ. ചെല്ല, വേഗം പിടിച്ചോണ്ട് വാ. നീ ചെന്ന് ആ ശിവയെ വേഗം പിടിച്ചോണ്ട് വാ. വേഗം ചെല്ല്. താൻ വേഗം ചെന്നേ ആ ശിവയെ ഒന്ന് പിടിച്ചോണ്ട് വന്നേ. ഓക്കേ, ഞാൻ പോകാം, ഇപ്പൊ തന്നെ പോകാം. ഞാൻ എന്തിനാ പോകുന്നത്? നിങ്ങളൊക്കെ ഇവിടെ കസേരയിലിരിക്കും, ബോസായ ഞാൻ പോണെന്നാണോ പറയുന്നത്? ഇന്നാ സ്പ്രേ ഇതുകൊണ്ട് ആ ശിവയുടെ മുഖത്ത് ഞാൻ കാണിക്കുന്നത് പോലെ സ്പ്രേ ചെയ്യണം. ബോസേ, എണീക്ക് ബോസേ. ബോസേ, എഴുന്നേക്ക്. എന്താ പറ്റിയേ? ഡെമോ കാണിച്ചെന്നല്ലെങ്കിൽ മരമണ്ടന്മാർക്ക് തലേ കയറില്ലല്ലോ. ഈ സ്പ്രേ മേടിക്ക്, എന്നിട്ട് ഇത് കൊണ്ടുപോയി ആ ശിവയുടെ മുഖത്തടിച്ച് അവന് ബോധം കെടുത്ത് എന്നിട്ട് കൊണ്ടുവന്നാ മതി. മനസ്സിലായോ? വേഗം നടക്കണ. ബോസ് പറഞ്ഞത് കേട്ടില്ലേ? എണീക്ക്, വേഗം. ശിവയെ കിട്ടിക്കഴിഞ്ഞു. അവന്റെ സൈക്കിൾ കൂടി കൊണ്ടുപോകാൻ എണീക്ക്. അല്ല ഡോഗി, എന്തു പറ്റി? നീ എന്താ ഇവിടെ വന്ന് ഇങ്ങനെ കുരയ്ക്കുന്നത്? എന്തെങ്കിലും പറ്റിയോ പറ. ഞാൻ ഇപ്പൊ തന്നെ ശിവയെ വിളിച്ച് ചോദിക്കട്ടെ എന്താന്ന്. ഓ, ശിവ എന്തെങ്കിലും ആപത്തിലായിരിക്കും അല്ലേ ഡോഗി?
ആദി എന്താ ഒരു ബഹളം? അല്ല, നീ ഇപ്പൊ ഇത് എവിടെയുള്ളത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സോറി രവ, ശിവയുടെ ഡോഗി നമ്മളെ എവിടെയോ കൊണ്ടുപോകാൻ പോവാണ്. ചിലപ്പോ ശിവ ആപത്തിലായിരിക്കും. ശരി, അത് ഞാൻ ലഡു സിംഗ് സാറിനെ വിളിച്ചേക്കാം. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. നിന്നെ ഞാനൊന്ന് നോക്കട്ടെ. സുഖമാണോ ശിവ? നീ ഒരു കടുകോളുള്ള കുട്ടിയല്ലേ? എന്നിട്ട് എന്റെ കോടിക്കണക്കിന് ബിസിനസ് നശിപ്പിക്കാൻ തുനിഞ്ഞിരിക്കുക. വേദാ നഗരത്തിലുള്ളവർക്കൊക്കെ ഫ്രീ കറണ്ട് കൊടുക്കുമല്ലേ നീ? കുറച്ചെങ്കിലും നീ ആലോചിച്ചോ എന്റെ കോടിക്കണക്കിന് മുതൽ മുടക്കിയ ഈ പവർ പ്ലാന്റ് എന്താകുമെന്ന്? ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനല്ലേ വേദാ സിറ്റിയിൽ കറണ്ട് കൊടുക്കുന്നത്. നിങ്ങൾ കറണ്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്, അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതും വളരെ വലിയ വിലയ്ക്ക്. അപ്പൊ ഞാൻ ആൾക്കാരെ നന്നാക്കിയിട്ട് കുത്തുപാള എടുക്കണമെന്നാണോ നീ പറയുന്നത്? നീ എന്താ വിചാരിച്ചത് ഞാൻ മിണ്ടാതിരിക്കുന്നു? ഇല്ല, ഞാൻ ആ ജൈന്റ് സോളാർ പ്ലാന്റ് നശിപ്പിച്ച് കളയും. പിന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. കറണ്ടിന്റെ ഷോക്കും ബിജിലി സിംഗ് തരുന്ന ഷോക്കും വളരെ അപകടകരമാണ്. കുട്ടനാ നീ ആ ശിവയുടെ കഥ കഴിക്കേ. ഈ ഞാൻ പോയി ആ സോളാർ പ്ലാന്റ് എങ്ങനെയെങ്കിലും നശിപ്പിച്ചിട്ട് വരാം. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഹേ ഡോഗി, ആ ഗോഡ്സിനൊക്കെ ഓടിക്കോ. ശിവ, ശിവ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. നീ ആ ബിജിലി സിംഗിനെ ചെന്ന് പിടിക്കേ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ കണ്ടോ? You are under അവനെ താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി അവൻ ആർക്കും തടയാൻ പറ്റില്ലല്ലോ. ബോസേ, അവൻ ഒരുപാട് ദൂരെയാ. അവൻ നമ്മുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ സോളാറൊക്കെ ബ്ലാസ്റ്റ് ചെയ്ത് കളയാം. ആ കാര്യമൊന്നും നീ എന്നോട് പറയണ്ട. സോളാർ പ്ലാന്റ് നമ്മൾ പൊട്ടിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം പൊട്ടിപ്പോവും. ഒന്ന് വണ്ടി വേഗം ചവിട്ടണം. എന്താ ഇത്? ഇവൻ പറക്കുന്നല്ലോ. ഇവൻ എന്തൊക്കെയായി കാണിക്കുന്നത്? എടാ, വണ്ടി ആഞ്ഞ് ചവിട്ടടാ. വരൂ ശിവ, നോക്കൂ
നോക്കൂ, ഇപ്പൊ തൊട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. 5 മിനിറ്റിനുള്ളിൽ ഇതൊക്കെ കത്തി ചാമ്പലാവുന്നതാണ്. വേദാനഗരത്തിന് കറണ്ട് ഫ്രീ ആയി കൊടുക്കാമെന്ന് വിചാരിച്ച നിന്റെ സ്വപ്നവും ചാമ്പലാകി പോകും. ശിവ, നീ അല്പനേരം വിശ്രമിക്ക്. ഇവന്റെ കാര്യം ഞാൻ ഏറ്റുന്നേ. ബിജ്ലി സിംഗ്, വന്നേ, ജയിലിലേക്ക് പോകാം. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ. മോഷ്ടിക്കാൻ വരുന്നവരോട് അവിടെയുള്ള ആൾക്കാർ പറയും മോഷ്ടിക്കരുതെന്ന്. ബിജ്ലി സിംഗ് വരുമെന്ന്. അത് കേട്ടവരും ഓടിക്കളയും. ഓ, അത് കൊള്ളാം. ഇയാൾ എന്റെ ഡയലോഗ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. പക്ഷെ എന്റെ പേര് മാത്രം മറന്നുപോയി. നിന്നെ പിടിച്ചത് കണ്ടോ? വന്നേ, എന്നോടൊപ്പം ജയിലിലേക്ക് വന്ന എന്റെ അനിയ. അയാളുടെ ജാക്കറ്റിൽ കറണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ശിവ, ശിവ, എന്നെ ഒന്ന് രക്ഷിക്കേ. ഇത് കൊണ്ടടിക്ക്. ഇതിന് ഷോക്ക് അടിക്കുകയില്ല. താങ്ക് യു റേബോ. അടിച്ച് തമർക്ക്. ഓ, ഏത് വയറാണ് മുറിക്കണ്ടെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഓഹോ, ശിവ, ഇപ്പൊ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. വേണ്ട വേണ്ട, ഇനി എന്നെ തല്ലല്ലേ ശിവ, തല്ലല്ലേ. കറണ്ടിന്റെ ഷോക്കും ബിജ്ലി സിംഗ് തരുന്ന ഷോക്കിനേക്കാളും അപകടകരമാണ് ശിവയുടെ തല്ലേ. ബിജ്ലി സിംഗ്, നിന്റെ കള്ളക്കരച്ചിലെ മര്യാദയ്ക്ക് നിർത്തിക്കോ. പെടറാം, ഇവനെ ജയിലിലേക്ക് കൊണ്ടുപോ. ഓക്കെ സാർ, വരൂ ചേട്ടാ, നമുക്ക് ജയിലിലേക്ക് പോകാം. എന്താ അവിടെ ഒരു ബഹളം കേൾക്കുന്നത്? എടോ, ഒന്ന് മാറിയ, ഞാനൊന്ന് കാണട്ടെ. ഇതെന്താണ്? ഒന്ന് നിർത്തേ. എടോ, ഞാനല്ലേ പറഞ്ഞു ഒന്ന് വണ്ടി നിർത്ത്. എഡോ സിംഗ് സാറേ, ഒന്ന് മാറി നിക്കേ. ആ കാറിന്റെ ബ്രേക്ക് പോയിരിക്കുക, വഴിന്ന് മാറി നിക്കേ. അതുകൊണ്ട് ഇപ്പൊ എന്താണ് സംഭവിക്ക? പേടാരാം, നീ എവിടെയാണ്? ഓ മൈ ഗോഡ്, ഇനി ഇവരെ ശിവയ്ക്ക് മാത്രമേ രക്ഷിക്കാനാവൂ. ശിവ! രക്ഷിക്കണേ, ഞങ്ങളെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ, രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. അങ്കിൾ, നിങ്ങൾ ഓരോരുത്തരായി വിൻഡോ വഴി മുകളിലേക്ക് വരാൻ നോക്കൂ. ഞാൻ എല്ലാവരും രക്ഷിക്കാം. ഇല്ലില്ല, ഞാൻ വരില്ല. എനിക്ക് ഭയങ്കര പേടിയാ. ആ ചെറുക്കൻ നമ്മളെയൊക്കെ മുകളിലോട്ട് വരാൻ പറയുന്നു. ഇല്ലില്ല, ഞാൻ മുകളിലേക്ക് വരില്ല. എനിക്ക് ആകെ പേടിയാകുന്നു. നിങ്ങൾ പേടിക്കല്ലേ. വേഗം പുറത്തേക്ക് വന്നില്ലെങ്കിൽ കാർ എവിടെയെങ്കിലും പോയി ചെന്ന് ഇടിക്കും. വേഗം വരൂ.
അല്ല ഇത് കൊള്ളാലോ. ഒരാള് വന്നിരിക്കുന്നു. ഇയാള് ആരായിരിക്കും? എവിടുന്നാണാവോ വന്നത്? നിങ്ങൾ ഞങ്ങളെ ജീവൻ രക്ഷിച്ചു. നിങ്ങളാണ് സൂപ്പർ ഹീറോ. വളരെ നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞങ്ങളുടെയൊക്കെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന്. എനിക്ക് താങ്കളുമായി ഒരു സെൽഫി എടുക്കണം. എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ സൂപ്പർ ഹീറോ? അടിപൊളി. നിങ്ങൾ ചെയ്തൊരു കാര്യം മഹാ അത്ഭുതം തന്നെ. അല്ല, ശരിക്കും നിങ്ങൾ ആരാണ്? വലിയ വലിയ ആളുകളൊക്കെ സീറോയാക്കുന്ന എന്റെ പേരാണ് സൂപ്പർ ഹീറോ. കുട്ടിക്കാലം മുതൽക്കേ എനിക്ക് എക്സ്ട്രാ പവേഴ്സ് ഉണ്ട്. ആ പവേഴ്സ് ഒക്കെ ഞാൻ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. സൂപ്പർ ഹീറോ കൊള്ളാം. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്തിട്ട് പോലും ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. വാ 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 വാ. വെൽക്കം ടു അവർ വേദ സിറ്റി. എല്ലാവരും കേൾക്കുക. ഇന്ന് നമ്മുടെ വേദ സിറ്റിയിൽ ഒരു അതിശയം നടന്നിരിക്കുന്നു. അതെന്താണെന്ന് നിങ്ങൾ ഓരോരുത്തർക്ക് പറയാൻ ആഗ്രഹമുണ്ടല്ലേ? അത് നേരിട്ട് കണ്ടവർ ഒരിക്കൽ പോലും മുമ്പ് എവിടെയും കാണാൻ വഴിയില്ല. നമ്മുടെ വേദ സിറ്റിയിൽ ഇതാ ഒരു പുതിയ സൂപ്പർ ഹീറോ വന്നിരിക്കുന്നു. ഇതാ നോക്കൂ, നമ്മുടെ ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ ഈ സൂപ്പർ ഹീറോ അപകടത്തിൽപ്പെട്ട ഒരു കുടുംബത്തിനെ രക്ഷിച്ചു. ബ്രേക്ക് ഇല്ലാതെ ഓടിയ കാറിനെ തന്റെ കൈകൾ കൊണ്ട് പിടിച്ചു നിർത്തിച്ചു. ആളുകൾക്കിടയിൽ ഈ സൂപ്പർ ഹീറോ വല്ലാത്തൊരു ക്രേസ് ആകുകയാണ്. നമ്മുടെ റിപ്പോർട്ടേഴ്സ് സൂപ്പർ ഹീറോയുമായി സംസാരിച്ചു. കൊള്ളാം. എന്തായാലും ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ വന്നത് വളരെ നന്നായി. ഇനി എന്റെ ശിവയ്ക്ക് യാതൊരു ഉപദ്രവവും ഇല്ലാതെ സുഖമായിട്ട് ഇരിക്കാലോ. അല്ലെങ്കിൽ ആ ലഡ്ഡു സിംഗ് ഏത് സമയത്ത് എവിടെ ആപത്ത് വന്നാലും അപ്പ വന്ന് നമ്മുടെ ശിവയാണ് ശല്യം ചെയ്യുന്നത്. ഇനി അയാൾ സൂപ്പർ ഹീറോയെ വിളിച്ചോളും. ഇന്റർനാഷണൽ ബാങ്കിൽ മോഷണം നടന്നിരിക്കുന്നു. വേഗം വായോ. എന്താ പറഞ്ഞേ? ബാങ്കില് മോഷണോ? ഐ, ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ ബാങ്കില് മോഷണം നടന്നോന്നോ? ഞാൻ ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്തോളാം. ഹലോ ശിവ, വേദാസ് ഇന്റർനാഷണൽ ബാങ്കില് മോഷണം നടന്നിട്ടുണ്ട്. ഓഹോ, അല്ലെങ്കിൽ വേണ്ട, നീ വിട്ടേക്ക്, ഞാൻ തന്നെ നോക്കിക്കോളാം. ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ സൂപ്പർ ഹീറോണെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഹലോ സൂപ്പർ ഹീറോ, പ്ലീസ് ഞങ്ങളൊന്ന് സഹായിക്കണേ. ഞങ്ങളുടെ വേദാസ് ഇന്റർനാഷണൽ ബാങ്കില് മോഷണം നടന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് വേഗം വരണം, ഇപ്പൊ തന്നെ വരണേ. സാറേ, നമ്മുടെ വേദ സിറ്റിയിലെ ശരിക്കുള്ള സൂപ്പർ ഹീറോ നമ്മുടെ ശിവയല്ലേ? ഈ പുതിയ സൂപ്പർ ഹീറോ ഇപ്പൊ എവിടുന്നാണ് കെട്ടിയെടുത്തിരിക്കുന്നത്? എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, പുതുമ വന്നു കഴിഞ്ഞാ പഴമേ മറക്കരുത് കേട്ടോ. പെടാറാം, നമ്മള് പഴമയെ തന്നെ പിടിച്ചോണ്ടിരിക്കരുത്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മള് വലിയ വലിയ ആളുകളെയൊക്കെ സീറോയാക്കുന്ന എന്റെ പേരാണ് സൂപ്പർ ഹീറോ. ഈ കുട്ടിയെത്ര വെറുതെ നമ്മുടെ പുറകെ വരുന്നത്? നമ്മുടെ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ പോയില്ലേ? ലഡ്ഡു സിംഗ് സാറേ, ഇന്ന പിടിച്ചോ. ബാങ്കിൽ മോഷ്ടിച്ച പണം മുഴുവൻ ഇതിലുണ്ട്. താങ്ക് യു സൂപ്പർ ഹീറോ, താങ്ക് യു വെരി മച്ച്. ഇന്ന് നിങ്ങൾ കൃത്യസമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ കള്ളന്മാര് മോഷ്ടിച്ച സാധനങ്ങളോടൊപ്പം എന്റെ ജോലിയും പോയിട്ടുണ്ടാവും. അതെന്നെ. ഓ കുട്ടു, എന്തിനാ ഞങ്ങളുടെ പുറകെ എങ്ങനെ വരുന്നേ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ.
ഏയ്, ശിവ ശിവ എന്നാണ് എന്റെ പേര്. ലഡു സിംഗ് സർ, ദാ ബാങ്ക് റോബേഴ്സിനെ കൊണ്ടുവന്നു. അത് കൊള്ളാം ശിവ. നീ ഇവിടെ കള്ളന്മാര് പിടിച്ച നേരത്തെ അവിടെ നമ്മുടെ സൂപ്പർ ഹീറോ ഇവര് മോഷ്ടിച്ച പണം മുഴുവനും ഇവന്മാരുടെ പിടിച്ചെടുത്തു. വേടാ റാം, ഇവന്മാരെ എല്ലാറ്റിനും പിടിച്ച് ലോക്കപ്പിനകത്ത് ഇട്ടേക്ക്. ഓക്കെ ലഡു സിംഗ് സർ, എന്നാ ഞങ്ങൾ പോട്ടെ. ശിവ ഒന്ന് നിന്നേ. നിനക്കറിയോ ആ സൂപ്പർ ഹീറോ ഈ കള്ളന്മാരെ എത്ര ബുദ്ധിമുട്ടിയാണ് പിടിച്ചതെന്ന്? അയാൾ ഒറ്റ ആള് കാരണം ബാങ്കിലെ കോടിക്കണക്കിന് പൈസ നഷ്ടപ്പെട്ടില്ല. ഇപ്പൊ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ സൂപ്പർ ഹീറോ ഉള്ളിടത്തോളം കാലം നമ്മുടെ വേദ സിറ്റിയിൽ ക്രൈം എന്ന് പറഞ്ഞ കാര്യം തന്നെ സംഭവിക്കില്ല. ലഡു സിംഗ് സാറേ, നിങ്ങൾ സൂപ്പർ ഹീറോ നിങ്ങൾക്ക് പണം മാത്രമാണ് കൊണ്ടുവന്നു തന്നത്. പക്ഷെ കള്ളന്മാരെ മുഴുവനും പിടിച്ചത് ശിവയല്ലേ? അല്ലെങ്കിൽ ഈ കള്ളന്മാരെ വേറെ എവിടെയെങ്കിലും മോഷ്ടിക്കാനുള്ള പ്ലാൻ ചെയ്യുമായിരുന്നു. റേ വാ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. സൂപ്പർ ഹീറോ അങ്കിളിന് പകരമായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ല. ഇപ്പൊ സാർ ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ. എന്താ ഞാൻ ചെയ്തത് ഒട്ടും ശരിയാവാത്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ഒരു ഫോട്ടോ ഒന്ന് ഫോട്ടോ. സൂപ്പർ ഹീറോ, നിങ്ങൾ എല്ലാവരും വെറുതെ കിടന്നിങ്ങനെ ബഹളം വെക്കല്ലേ. വലിയ വലിയ ആളുകളെയൊക്കെ സീറോയാക്കുന്ന എന്റെ പേരാണ് എനിക്ക് സൂപ്പർ ഹീറോയെ കണ്ടിട്ട് ഒരു ഫ്രോഡ് ആണെന്ന് തോന്നുന്നു. അതെന്താ രേവാ, അയാൾ ശരിക്കും ഒരു വീരനല്ലേ? അയാൾ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യമാണ് വേദ നഗരത്തെ അപകടത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നത്. അതുമല്ലാതെ പബ്ലിക് അയാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതില് തെറ്റു പറയാൻ ഒന്നുമില്ലല്ലോ. ഹി ഡിസേർവ്സ് ഇറ്റ്. ശിവ, നീ പറഞ്ഞത് വളരെ ശരിയാ. പക്ഷെ നീ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ സൂപ്പർ ഹീറോ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. റിയൽ ഹീറോ ആരാന്നറിയോ? ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നവനാണ്. പക്ഷേ ഈ സൂപ്പർ ഹീറോയിൽ എന്തുമാത്രം ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇയാളെ കണ്ടിട്ട് എന്തോ കുഴപ്പമുള്ളത് പോലെ തോന്നുന്നു. ഞങ്ങൾക്കും അങ്ങനെയാ തോന്നണേ. മതി മതി മതി, ഇന്നത്തെ ഫോട്ടോ എടുക്കലൊക്കെ മതിയാക്കിക്കോളൂ. ഇനി നിങ്ങളുടെ ഈ സൂപ്പർ ഹീറോ ഒരു പ്രധാനപ്പെട്ട ജോലിക്കായിട്ട് പോവുകയാണ്. അവരൊക്കെ ശരി തന്നെയല്ലേ? അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് സാറേ. ആയിരക്കണക്കിന് ടൺ സ്വർണം ഇതേ റെയിൽവേ ട്രാക്കില് വേദാസ് എക്സ്പ്രസിലാണ് വരാൻ പോകുന്നത്. ആയിരക്കണക്കിന് ടൺസ് ഗോൾഡ്. ഒരുപാട് കാലമായി ഞാൻ ഈ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ ഈ വേദ സിറ്റിയുടെ ഒരു സൂപ്പർ ഹീറോയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്നെ ആരും സംശയിക്കാൻ പോകുന്നില്ല. അപ്പോ എന്റെ ആൾക്കാരോ ഈ ഗോൾഡ് മുഴുവനും മോട്ടിക്കും. ബോസ് ഈ ജോലി ഉണ്ടല്ലോ ബോസ് തന്നെ ചെയ്യണം കേട്ടാ. അതായത് ആ ട്രെയിനിലെ ഒരു ബോഗിയില് സ്വർണം വരുന്നുണ്ടല്ല, അത് സ്പെഷ്യൽ ബോഗിയാണ്. അത് ബോസിനെ തല്ലി തകർക്കാൻ പറ്റുള്ളൂ. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഷേറാ. എന്റെ ഈ കൈകൾ ഉരുക്കുകൊണ്ടുണ്ടാക്കിയതാണ്. ഒരു കാറിനെ പിടിച്ചു നിർത്തും. പിന്നെ ഈ ട്രെയിനിന്റെ ഡോറാണോ എനിക്ക് വലുത്? ഞാൻ ചെന്ന് എക്സസൈസ് ചെയ്യട്ടെ. എടോ, ഇത് കൊണ്ട് ചാർജിലിടാൻ നോക്ക്, അല്ലെങ്കിൽ ഇതിനെ റേസ് പോവില്ല. ഈ പബ്ലിക് ഒക്കെ വലിയ മണ്ടന്മാരാ. അവർക്കൊക്കെ എന്തോന്നറിയാം ഈ പറയുന്ന സൂപ്പർ ഹീറോ ഞാനല്ല, പകരം ഉരുക്കുകൊണ്ടുണ്ടാക്കിയ ഈ ഗ്ലൗസുകളാണെന്ന്. ഇതിൽ നിന്നും വരുന്ന റേസുകളാണ് എല്ലാം തടഞ്ഞു നിർത്തുന്നത്. എന്തും ചെയ്യും. ഇതൊക്കെ സയൻസിന്റെ ഒരു മാജിക് അല്ലേടോ. കൊള്ളക്കാരാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കാം. ഹലോ ലഡു സിംഗ് സാറേ, വേദാസ് എക്സ്പ്രസ് ട്രെയിനിന്റെ ഡ്രൈവറാ സംസാരിക്കുന്നേ. കൊള്ളക്കാര് ട്രെയിൻ വളഞ്ഞിരിക്കുക, വേഗം ഒന്ന് സഹായിക്കേ. ഒരു ടൺ ഗോൾഡുമായിട്ടാ ട്രെയിൻ വരുന്നത്. എന്ത്? ഹലോ ശിവ, വേദാസ് എക്സ്പ്രസ് വണ്ടിയെ കൊള്ളക്കാര്. ഓഹോ,
അല്ലെങ്കിൽ വേണ്ട, നിന്നെ ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഞാൻ സൂപ്പർ ഹീറോനെ വിളിച്ച് പറഞ്ഞോളാം. നീ ഏതായാലും കുറച്ചേരം വിശ്രമിക്കേ. ഓക്കെ? ഹലോ ഹലോ സൂപ്പർ ഹീറോ. സൂപ്പർ ഹീറോ, വേദാസ് എക്സ്പ്രസ് ട്രെയിനിൽ ടണ്ണ് കണക്കിന് സ്വർണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ആക്രമിക്കാൻ കുറെ ഗുണ്ടകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ട്രെയിൻ ഒന്ന് പിടിക്കാൻ നോക്കണം. വേഗം. ലഡ്ഡു സിംഗ് സാർ, ഇതാകെ കുഴപ്പമായല്ലോ. ഞാൻ എന്റെ ഗ്രാമത്തിൽ വന്നിരിക്കുകയല്ലേ. തിരിച്ചു വരാൻ 3 ദിവസം കഴിയുമല്ലോ. എന്ത് 3 ദിവസം കഴിഞ്ഞ? അപ്പോഴേക്കും സ്വർണം മുഴുവൻ അടിച്ചു പോകും. എന്റെ തൊപ്പിയും തെറിച്ചു പോകും. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടെന്നേ. 3 ദിവസം പ്ലേന്ന് പോവില്ലേ? ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ആ കള്ളന്മാരെയും സ്വർണവും എല്ലാം മുന്നിലെത്തിക്കുന്നതാണ്. നിങ്ങൾ ചെന്ന് സമാധാനത്തോടെ ഉറങ്ങൂ സാറേ. സമാധാനമായി? സാറേ, സാറെന്തങ്ങനെ ഇരുന്ന് ഉറങ്ങണേ? എന്റെ സാറേ, കൊള്ളക്കാരിപ്പൊ ട്രെയിൻ കൊള്ളയടിക്കും. സൂപ്പർ ഹീറോ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയിരിക്കാണ്. 3 ദിവസം കഴിഞ്ഞേ വരൂ. ഇനി ഞാനിപ്പോ എന്താ ചെയ്യാ? സാർ, ഈ വേദാ സിറ്റിയിലെ ശരിക്കുള്ള സൂപ്പർ ഹീറോ ശിവേനെ സാറൊന്ന് ഓർത്ത് വെച്ചാ മതി. പേടാറാം, ഇത് ഞാൻ എങ്ങനെയാണ് ശിവയോട് വിളിച്ച് പറയാ? ഞാൻ അവനെ സൂപ്പർ ഹീറോന്റെ പേര് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവനെ വിളിക്കാൻ ധൈര്യമില്ല. നോ 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 നോ. സാറേ, സാറ് വിഷമിക്കണ്ട, ഞാൻ ശിവയോട് വിളിച്ച് പറഞ്ഞോളാം. ഹലോ ശിവ. ഈ കാണുന്ന സ്വർണങ്ങളെല്ലാം എന്റേതാണ്. എന്റെ സ്വർണങ്ങൾ. ഇയാളുടെ സ്വന്തം കൈകൊണ്ടാണല്ലോ സ്വർണ്ണപ്പെട്ടികൾ എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ സൂപ്പർ ഹീറോയ്ക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ അതിനർത്ഥം താൻ ശരിക്കും സൂപ്പർ ഹീറോ ആണല്ലേ? അല്ലല്ല, ഞാൻ നീ ഉദ്ദേശിക്കുന്ന സൂപ്പർ ഹീറോ അല്ല. ഞാൻ അയാളുടെ അസിസ്റ്റന്റ് ആണ്. അയാളുടെ കൂടെ നിന്ന് ഞാൻ ഈ ട്രിക്കൊക്കെ പഠിച്ചെടുത്തത്. കുട്ടി, മര്യാദയ്ക്ക് വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. ഈ സ്ഥലമൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമല്ല, മനസ്സിലായോ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ലഡ്ഡു സിംഗ് സർ, ഈ സൂപ്പർ ഹീറോ എന്ന് പറയുന്നവൻ ശരിക്കും ഒരു കള്ളനാണ്. അവൻ ട്രെയിനിൽ സ്വർണം മോഷ്ടിക്കാൻ എത്തിയിരിക്കുന്നു. ഞങ്ങൾ അയാളെ പിടിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേഷന്റെ പുറത്താണ് നിൽക്കുന്നത്. നിങ്ങൾ വേഗം വന്ന് അയാളെ അറസ്റ്റ് ചെയ്യ്. നീ എന്തായി പറയുന്ന ശിവ? പേടാറാം, വേഗം വിട്. നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് ഹീറോനെ പിടിക്കണം. വേഗം. ഇവൻ സൂപ്പർ ഹീറോ അല്ല, കള്ളനാ. ആ കുട്ടിയുടെ കഥ കഴിച്ചേക്കൂ. ഒരുപാട് കാലമായുള്ള എന്റെ ഈ പ്ലാനുകൾ മുഴുവനും ഈ ചക്കൻ കോഞ്ഞാട്ടിയാക്കി. നോക്കൂ, ഇയാള് സൂപ്പർ ഹീറോ ഒന്നും അല്ല. ഇയാള് വെറും ഫ്രോഡാണ്. പിടിച്ചവന് ജയിലിലടയ്ക്കൂ. ഇത് സൂപ്പർ ഹീറോ അല്ല, സൂപ്പർ സീറോ ആണ്.
ഇതാണ് ഈ സൂപ്പർ ഹീറോയുടെ ശരിക്കുള്ള ശക്തി. ഈ ഗ്ലൗസ് എന്ന് വരുന്ന രേസുകൾ മുഖേനയാണ് ഇയാൾ എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്കിൾ, ഇപ്പൊ നിങ്ങളുടെ കള്ളക്കളി അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് റിയൽ ആയിട്ടൊന്ന് ഫൈറ്റ് ചെയ്താലോ? മതിയാക്ക് ശിവ, മതിയാക്ക്. ഇനി എന്നെ തല്ലല്ലേ. വലിയ വലിയ കള്ളന്മാരെയൊക്കെ സീറോയാക്കുന്ന അവരാണ് ഇവിടുത്തെ സൂപ്പർ ഹീറോ. ഈ ശിവയാണ് ശരിക്കും സൂപ്പർ ഹീറോ. ഹീറോ എങ്ങനെയാ ശരിക്കും സീറോ ആവാന്ന്? സൂപ്പർ സീറോ. ഞാനിപ്പോ ശരിക്കും നിനക്ക് മനസ്സിലാക്കി തരാം. ഈ വേദ സിറ്റിയിൽ ഒരുപാട് ഹീറോസ് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരേ ഒരു സൂപ്പർ ഹീറോ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ ശിവ. തല മസാജ് ചെയ്യണോ? മസാജ് ചെയ്യണോ? എന്റെ പേര് ചമ്പി എന്നാണ്. എന്റെ അടുത്ത് അത്ഭുതകരമായ എണ്ണകളുണ്ട്. പല നിറത്തിലുള്ള എണ്ണകളുണ്ട്. ക്ഷീണമുള്ളവർ എന്നെ വിളിക്കൂ. ചമ്പി മസാജ് ചെയ്യും ഞാൻ. ഒന്നിങ്ങോട്ട് വരൂ. എന്റെ തലയിലും ചമ്പി ചെയ്തു തരൂ. വരൂ. ദേ ഇപ്പൊ തന്നെ എത്തി സാറേ. സാറേ, ഞാൻ ചമ്പി തെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ സാറ് സ്വർഗലോകം കാണും. അതായത് എന്റെ കൈ തൊട്ടാലേ ഭയങ്കര രസമാ. ആസ്വദിച്ച് സാറ് ആകാശത്തിലൂടെ പറന്നു പൊങ്ങിപ്പോകും. എങ്ങനെയുണ്ട്? കൊള്ളാമോ? പറ സാറേ. ആഹാ, ശരിക്കും നിന്റെ തിരുമലുണ്ടല്ലോ. സ്വർഗം കാണിച്ചു തരുന്നു എനിക്ക്. കള്ളൻ! ആ ചമ്പിക്കാരൻ എന്റെ എല്ലാം മോഷ്ടിച്ചോണ്ട് പോകുന്നേ. നിക്ക്. ഇതാ. അല്ല, നിങ്ങളൊക്കെ എവിടെ കിടക്കുവാ? ഒരു കുട്ടി കുറെ നേരമായി എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വേഗം വന്ന് എന്നെ ഒന്ന് രക്ഷിക്കേ. നീ എന്തിനാണ് കുട്ടി എന്നെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കുന്നത്? പറ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. മോഷ്ടിച്ച സാധനങ്ങൾ മുഴുവനും മര്യാദയ്ക്ക് തന്നേക്ക്. ഞാൻ എന്തോന്ന് മോഷ്ടിച്ചെന്നാ? ഒരിടത്തും ഞാൻ ഒന്നും തന്നെ മോഷ്ടിച്ചിട്ടില്ല. ഞാൻ വേറൊരു ചമ്പിക്കാരനാ. അങ്കിൾ, ആ കാര്യം എനിക്കും അറിയാം. നിങ്ങളുടെ ആളുകൾ ജനങ്ങളെ എന്നെ തേച്ച് മയക്കി അവരുടെ മുതലുകളൊക്കെ മോഷ്ടിക്കുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അങ്കിൾ. ഈ കുട്ടിക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാവരും ഒന്ന് വന്നേ, എന്നിട്ട് ഇവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എന്റെ കയ്യേ.
ഐ, വേഗം പറഞ്ഞോ. നിങ്ങളുടെ ഗാങ്ങില് മൊത്തം എത്ര പേരുണ്ടെന്ന് മര്യാദക്ക് വേഗം പറഞ്ഞോ. ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഇൻസ്പെക്ടർ സാറേ, ഞങ്ങളൊക്കെ ചമ്പിക്കാരാണ്. ജനങ്ങളുടെ തലയിലൊക്കെ എണ്ണയിട്ട് തിരുമ്പി അവരെയൊക്കെ ആരോഗ്യവാന്മാരാക്കിയാണ് ഞങ്ങളുടെ ജോലി. ഈ കുട്ടി ഞങ്ങളെ വെറുതെ സംശയിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ലഡു സിംഗ് സർ, ഇയാളോട് ഒരാൾ വന്ന് തല്ലുകൂടുന്നത് ഞാൻ കണ്ടതാ. ഐ നോ ശിവ, ഐ നോ. ശിവ പറയുന്നത് വളരെ ശരിയാണ്. ഈ നഗരം മുഴുവനും തീ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചമ്പി ഗ്യാങ്ങിൽ എല്ലാരും മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന്. ലഡ്ഡു സിംഗ് സാറേ, ഞങ്ങള് പറയുന്നത് ഒന്ന് വിശ്വസിക്കേ. ഞങ്ങള് തന്നെയാണ് ശരിക്കുമുള്ള തിരുമുകാര്. ആരെയും ഞങ്ങള് മോശമാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും പിടിച്ച് ലോക്കപ്പിൽ ഇട്ടിട്ട് പുറത്ത് ചെന്ന് അന്വേഷിക്കേ. ഏതെങ്കിലും ഒരു ചമ്പിക്കാരൻ പുറത്ത് നിന്ന് മോഷ്ടിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. ഓഹോ, ഇത്രയ്ക്ക് വിശ്വാസമാണോ? ശിവ, പോലീസിന്റെ ജോലി കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കണമെന്നാണ്, നിരപരാധികളെ ശിക്ഷിക്കണമെന്നല്ല. നീ ഇപ്പൊ തന്നെ പേടാറാമിനെ കൂട്ടിക്കൊണ്ടു പോയി നഗരം മുഴുവനും ചെക്ക് ചെയ്യേ. ഇവര് പറയുന്നത് പോലെ ചമ്പി ഗ്യാങ് വേറെ ആൾക്കാരേതാണോ? അതുവരെ ഞാൻ ഇവന്മാരെ ലോക്കപ്പിലിട്ട് പൂട്ടിക്കോളാം. ഓക്കേ, ചെല്ലേ. ശിവ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, പൊയ്ക്കോ. ഞാനും യുഡിയും ലഡു സിംഗ് സാറിന്റെ കൂടെ ഇവിടെ നീ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് വരെ കാണും. ലഡ്ഡു സിംഗ് സാറേ, ഞങ്ങളാണ് ശരിക്കുള്ള ചമ്പിക്കാര്. ഞങ്ങള് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരുമിത്തരാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ ശരിക്കുള്ളവരാണോ അല്ലയോ എന്നുള്ള കാര്യം. എന്നാ ശരി, നിങ്ങൾക്ക് ഒരു അവസരം ഞാൻ തരുന്നു. മനസ്സിലായോ? വെറും ഒറ്റ അവസരം. വരൂ, വേഗം നിന്റെ ജോലി തുടങ്ങൂ. കുട്ടികളെ വരൂ, വന്നിരിക്കൂ. നിങ്ങൾക്കും ഞാൻ ചമ്പി ചെയ്തു തരാം. നല്ല സുഖം കിട്ടും. യുഡി, പൈസ കൊടുക്കാതെ തിരുമിക്കാന്ന് പറഞ്ഞാ അത് നല്ലൊരു ഐഡിയ അല്ലേ? വരൂ. അടിപൊളിയായിട്ടുണ്ട്. ശരീരം മുഴുവനും നല്ല റിലാക്സ് ആയി. ഓ, ഞാൻ എന്താ പറയാ, ഈ തിരുമലിന്റെ സുഖം കണ്ടിട്ട് ദിവസം മുഴുവനും തിരുമിക്കാനാ തോന്നണേ. എന്റെ ഡ്രസ് ഒന്നും കാണുന്നില്ല. ഓ, കള്ളന്മാരെല്ലാം മോഷ്ടിച്ചു കൊണ്ടായിരിക്കുന്നു. ഇതെന്താ? ഇതാരാ എന്റെ കയ്യിൽ വിലങ്ങട്ട് പൂട്ടിയത്? ആ ചമ്പി ഗ്യാങ് നമുക്കിട്ട് പണി തന്ന് രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. അതിന്റെ അർത്ഥം ഇവന്മാര് ശരിക്കും കള്ളന്മാര് തന്നെയാ. ചമ്പി ഗാങ് ലഡു സിംഗിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവര് പറ്റിച്ച് കടന്നു കളയുകയും ചെയ്തു. അല്ലേ ലഡു സിംഗ് സാറ് വലിയ വലിയ വർത്താനത്തിന് പറ്റൂ. നിങ്ങൾക്കറിയോ, ഞാൻ ലഡു സിംഗ് സാറിന്റെ പകരമായിരുന്നെങ്കിൽ ചമ്പിവാലയുടെ വേഷമിട്ട് നഗരത്തിൽ ചുറ്റിയാന്. എന്നിട്ട് ആ ചമ്പി ഗ്യാങ്ങിനെ എണ്ണക്കൈയോടെ ഞാൻ പിടിച്ചേനെ. കൈയോടെ പിടിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതി, പക്ഷെ എന്നെ കൈകൊണ്ട് പിടിക്കുമെന്ന് ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയാൻ രേവാ, പക്ഷെ ഈ ചമ്പിക്കാരുടെ കയ്യിൽ എപ്പോഴും എണ്ണ കാണുമല്ലോ. അടിപൊളി ഐഡിയ. ഇന്ന് നീയും എന്റെ മനസ്സിലുള്ള ഐഡിയ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അത് നന്നായി. ഞാനും ഇങ്ങനെ തന്നെ ചെയ്യാന്നാണ് ആലോചിച്ചോണ്ടിരുന്നത്. ഞാനും അവരെ പോലെ തന്നെ ചമ്പി വേഷിട്ടോണ്ട് പോവാന്ന് കരുതി. ഞാൻ കരുതി ശിവോടൊന്ന് പറഞ്ഞിട്ട് പോയേക്കാമെന്ന്. ഓക്കെ, ഞാൻ പോവാണ് ശിവ. ചമ്പിക്ക് അങ്ങനെ പിടിച്ചിട്ട് കയ്യോടെ ജയിലിനകത്ത് ഇടണം. ഓക്കെ, കാണാം. ബൈ. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒന്നും സംഭവിച്ചിട്ടില്ല. പോളിഷ് ചെയ്യണോ? ഷൂ പോളിഷ് ചെയ്യണോ? ചമ്പി ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ. ചമ്പി 1 2 3. അത് കണ്ടോ, പുതിയതായിട്ട് വേറൊരു ചമ്പിക്കാരനും ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ എന്താ ചെയ്യാ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ, ചമ്പി ഗ്യാങ്ങിനെ കുറിച്ച് നഗരം മുഴുവനും ഇപ്പൊ പാട്ടാ. 1 2 3. നിങ്ങൾ എന്തോന്നായി നോക്കി നിൽക്കുന്നേ? വേഗം ചെന്ന് പിടിച്ച് 2 കൊടുക്കാവന്. നേരാൽ അവൻ മോഷ്ടിക്കരുത്. ഇത്രയും ആൾക്കാർക്ക് ഒരേ സമയത്ത് ചമ്പി ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓരോരുത്തർക്കായിട്ട് ഞാൻ ചെയ്തുതരാം. വരൂ, ഓരോരുത്തരായിട്ട് ലൈനിൽ വന്നോളൂ. പക്ഷെ ഇത്രയും പേര് ചേർന്ന് നിന്നെ ചമ്പി ചെയ്യാൻ പറ്റും. വേഗം പിടിച്ച് ഇടുക്കി കള്ളനെ. എന്നിട്ട് ഇവനെ നമുക്ക് ലഡ്ഡു സിംഗ് സാറിന്റെ അടുത്ത് ഏൽപ്പിക്കണം. അവിടെ നിൽക്കാൻ ഓടരുതെന്നാ പറഞ്ഞത്. മോഷ്ടിക്കും. ലഡ്ഡു സിംഗ് സാറോ? ഗുഡ് ആഫ്റ്റർനൂൺ സാർ.
കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിനെ എല്ലാവരും ചേർന്ന് പെരുമാറി. ആ കുട്ടി കാരണം നിങ്ങൾ എല്ലാവരും ജയിലിൽ പോകേണ്ടി വന്നു. കുഴപ്പമില്ല. എന്റെ പേര് നൗരംഗീലാൽ എന്നാണ്, അറിയാലോ. ശിവ എന്റെ ഒരു നിറം മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൻ ഇനി എന്റെ 8 നിറങ്ങളും കാണാൻ ബാക്കി കിടപ്പുണ്ടല്ലോ. ഉസ്താദേ, ഇനി എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അതൊന്നും ഞാൻ ഇപ്പൊ പറയില്ല. നൗരംഗീലാല് ചേർത്ത് വെച്ചിരിക്കുന്നത് എണ്ണ മാത്രമല്ല, ഒരുപാട് പുത്തൻ പുതിയ ഐഡിയകളുടെ ശേഖരമുണ്ട്. ഹലോ ശിവ, ഞാൻ വേദാ സിറ്റിയുടെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഒരു ചമ്പിക്കാരൻ ആരെയോ ചമ്പി ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് ശരിക്കും ഒരു കള്ളനെ പോലെ ഉണ്ട് കേട്ടോ. നീയേ പെട്ടെന്ന് എന്നെ ഇങ്ങോട്ട് പോരെ, അല്ലെങ്കിൽ അവൻ ഓടിക്കളയും. അതാ. താങ്ക് യു. നിങ്ങൾ ആരാന്നറിയില്ല, എന്നാലും ഉടനെ വന്നേക്കാം. ഹലോ രേവ, ആദി, യുഡി, നിങ്ങൾ വേദ സിറ്റിയുടെ ജംഗ്ഷനിൽ എത്തിക്കോളൂ. ലഡ്ഡു സിംഗ് സാറിനെയും കൂട്ടിക്കോളൂ. ചമ്പി ചെയ്യണോ? ചമ്പി. ഞാനാണ് ചമ്പിക്കാരൻ. എന്റെ അടുത്ത് ഉന്മേഷം തരുന്ന തൈലമുണ്ട്. തൈലങ്ങളിൽ പല വർണ്ണങ്ങളുള്ളതും എന്റെ കയ്യിലുണ്ട്. എന്റെ എണ്ണ തേച്ചാൽ ഉന്മേഷം വരും. വേണ്ട വേണ്ട, ഇവിടെ ആർക്കും ഒരു തിരുമലും വേണ്ട. മര്യാദയ്ക്ക് വേഗം പൊക്കോ ഇവിടുന്ന്. ചമ്പി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് മോട്ടിക്കാനായിട്ട്. മുത്തശ്ശി പറഞ്ഞത് ശരിയാ. ഞങ്ങളുടെ വയറ്റ തടിക്കാൻ കുറെ കള്ളന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അരുത് അരുത്, കരയരുത്. അവനിവിടെ വന്നോട്ടെ. തിരുമ്മി കഴിഞ്ഞിട്ട് അവൻ പൊയ്ക്കോളും. വന്നോളൂ വന്നോളൂ. എന്നാലും എനിക്ക് തോന്നുന്നത് ആ മുത്തശ്ശിക്ക് എന്നെ വിശ്വാസമായിട്ടില്ല എന്നാ. എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തു നിന്ന് എന്നെ തിരുമ്പി തരാം. സാറേ, ഒന്ന് പുറത്തേക്ക് വരാമോ? അയൽക്കാരെ ഒക്കെ ഒന്ന് വിളിച്ചോളൂ. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് എല്ലാവരെയും ഒരുമിച്ചിരുത്തി തിരുമാം. ആഹാ, അത് നല്ല കാര്യം. തേജാനി, മിസ്റ്റർ സ്വാമി, വെളിയിലേക്ക് വരൂ. തിരുമൽകാരൻ വന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും അനുസരണ ഇല്ലല്ലോ. എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഞാൻ മാർക്കറ്റിൽ പോവാണ്. വീട് ശ്രദ്ധിച്ചോണം കേട്ടോ. മുത്തശ്ശി, അവിടെ നിക്കൂ, ഞാനും വരുന്നു. എനിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഒന്ന് നിക്കൂ. ഒന്ന് നിക്കണേ, എനിക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. നിങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. തേജാനി, എങ്ങനെയുണ്ട് പരിപാടി? ഓ, നല്ല രസമുണ്ട്. ഇതുവരെ ഞാനിങ്ങനെ തിരുമിയിട്ടേ ഇല്ലല്ലോ. തിരുമൽകാര, മതിയാക്കൂ. അനുഭവം വളരെ നന്നായിട്ടുണ്ട്. ഓ, ഇവനെന്റെ എല്ലാം കൊണ്ടുപോയല്ലോ. ആ, എന്നെയും കൊണ്ടുപോയി. എന്റെ എല്ലാം നഷ്ടപ്പെട്ടു. മോഷണം പോയി. എന്താ? ശിവ, തിരുമൽകാരൻ വന്നിട്ട് എല്ലാം കട്ടോണ്ട് പോയി. എല്ലാം കൊണ്ടുപോയി. ഈ ചെമ്പിക്കാരെ എങ്ങനെയെങ്കിലും ഒതുക്കിയാലേ ശരിയാവൂ. ഈ വേദ സിറ്റിയിലുള്ള മുഴുവൻ ജനങ്ങളെ അവര് വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ വീടിനകത്ത് കയറിയും മോഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശിവ, ഈ ചമ്പി ഗാംഗിനെ പോലീസിന് പോലും പേടിയില്ലാതായി. അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം എല്ലായിടത്തും മോഷണം നടത്തുന്നത്. രേവ, ചില സമയത്ത് ഈ ഓവർ കോൺഫിഡൻസ് മനുഷ്യനെ തന്നെ ഇല്ലാതാക്കും, അറിയോ? എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്, കേൾക്കൂ. ആ ശിവ പറയുന്നത് എന്താ? എന്നെ കുട്ടി എന്ന് വിളിക്കരുത്. ശിവ എന്താണ് എന്റെ പേര്. അവന്റെ ആ പേരിൽ അവൻ ഭയങ്കര അഹങ്കരിക്കായിരുന്നു. എന്നെ, അതും ഈ നൗരംഗിലാലിനെ തോൽപ്പിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ അവന്റെ വീട്ടിൽ കയറി എല്ലാം അങ്ങ് മോഷ്ടിച്ചെന്നേ. അവൻ ഒരു പുല്ലും ചെയ്യാൻ പറ്റിയില്ല. ഈ നഗരത്തില് നമ്മൾ ഒരുപാട് അങ്ങ് മോഷ്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും ബുദ്ധി. ഹലോ വേദ സിറ്റി, ഇനി നിങ്ങൾ ചമ്പി ഗാംഗിനെ കുറിച്ച് പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. കാരണം ഞാൻ ചമ്പി ഗാംഗിനെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് ആ പേടിത്തൊണ്ടൻ ഈ നഗരം വിട്ട് തന്നെ ഓടിക്കളഞ്ഞു. എന്റെ ഉസ്താദെ, അവൻ ഉസ്താദിന് ഭയങ്കരമായിട്ട് നാണം കെടുത്തി കളഞ്ഞല്ലോ. അയ്യേ, അവൻ നിങ്ങളെ പേടിത്തൊണ്ടെന്നല്ലേ വിളിച്ചു കളഞ്ഞത്. അവനെ ശരിക്കൊരു പാഠം പഠിപ്പിക്കണം. നമ്മൾ ഇവിടം വിട്ട പോകുമ്പോ ആ കുട്ടിയെ നമ്മുടെ കൂടെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. വരൂ, നമ്മൾ ഒരുമിച്ച് നിന്ന് അവനെ ശരിയാക്കി കൊടുക്കാം. കണ്ടോ കണ്ടോ, ആ പിള്ളേരുടെ ഒരു ഓട്ടം കണ്ടോ? രവ, അത് ഇയോടെ ഞാൻ ഈ ഗാംഗിനെ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിക്കോളാം. നിങ്ങൾ വേഗം ലഡുസുഖമായിട്ട് അങ്ങോട്ട് എത്തിയാൽ മതി. ഓക്കേ ശിവ. വേഗം ചെന്ന് ഇടിക്കവനെ. അവസാനം നീയ് നമ്മുടെ താവളത്തിൽ തന്നെ വന്നു. ടിവിയില് ഭയങ്കര ഇന്റർവ്യൂ ആയിരുന്നല്ലോ. നീ എന്നെ പേടിപ്പിച്ച് ഈ നഗരത്തിൽ നിന്ന് ഓടിപ്പിച്ചെന്ന്. ഇനി നിന്നെ ആര് രക്ഷിക്കും ശിവ? അങ്കിൾ, ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇനി മുതൽ നിങ്ങളെ കണ്ട ആരെങ്കിലും മനസ്സിലാക്കോ എന്നാണ്. എന്താ പറഞ്ഞ? കാരണം എന്താന്ന് വെച്ചാല് ഞാനായിട്ടല്ല ഇങ്ങോട്ട് വന്നത്, പകരം ഞാൻ നിങ്ങളെയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഓ, അപ്പൊ ഇതൊക്കെ നിന്റെ പ്ലാനായിരുന്നു അല്ലേ? ഇവന് ഭയങ്കര ബുദ്ധിയാ. പക്ഷെ ഇവന്റെ ബുദ്ധി ഞാൻ ഇപ്പൊ തന്നെ ഇല്ലാതാക്കാൻ പോവുക. എല്ലാവരും വരൂ, എല്ലാവരും ചേർന്ന് ഇവനെ നമുക്ക് ചാമ്പിയാക്കി എടുക്കാം. ഹാൻഡ്സ് അപ്പ്! എല്ലാരും നിയമത്തിന് സ്വയം വഴങ്ങുന്നതാണ് നല്ലത്. ഈ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ്. എന്താ പറഞ്ഞ ഇൻസ്പെക്ടറെ? ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. ഞാൻ പറഞ്ഞപ്പോ വാക്കുകൾ തെറ്റിപ്പോയതാണ്, അറിയാതെ വന്നു പോയതാണ്. ശിവ, ശിവ എന്തേലും വേഗം ഒന്ന് ചെയ്തേ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ശിവ, നീ നാരംഗിലാലിന്റെ ഒരു നിറമേ കണ്ടിട്ടുള്ളൂ. ഇനിയുള്ള 8 നിറങ്ങൾ കാണാൻ ബാക്കി കിടക്കുന്നേ ഉള്ളൂ. വരൂ. നോരങ്കി അങ്കിൾ, ഇനി ഏതെങ്കിലും നിറങ്ങൾ കാണാൻ ബാക്കിയുണ്ടെന്ന് പറയൂ. ശിവ, നീ എന്റെ എല്ലാ നിറങ്ങളും കൂടി ചേർത്ത് വല്ലാത്തൊരു നിറാക്കി കഴിഞ്ഞു. ഇല്ലല്ല, ഇനി എനിക്ക് ഒരു നിറവും ബാക്കിയില്ല കേട്ടോ. ഓക്കെ നൗരംഗി ലാൽ, നിങ്ങൾ എല്ലാവരും ഞാനിപ്പോ മോഹൻലാലിന്റെ സിനിമ ഐ മീൻ സിനിമയല്ല, ജയിലിലേക്ക് വന്നാ മതി. എനിക്ക് മര്യാദക്ക് വന്നേ, അല്ലെങ്കിൽ എല്ലാറ്റിനും അടിച്ച് പരത്തി നിരപ്പാക്കും ഞാൻ.
എന്താ ചെയ്യുന്ന? കുതിരകളെയൊന്നും ശരിക്കും നോക്കാറില്ലല്ലോ. ആ കുതിര എന്താ അവിടെ? അറിയോടോ തനിക്ക്? അതെന്റെ 5 കോടി രൂപയുടെ കുതിരയാണ്. എത്ര കോടിയുടെ? അറിയാം സാറേ, 5 കോടിയുടെ. എന്നിട്ടെന്താ അതിന് നോക്കാത്തത്? കണ്ടില്ലേ അത് എത്ര മെലിഞ്ഞിരിക്കണോന്ന്? അതെ സാറേ, ഞാൻ ഇപ്പൊ നോക്കിക്കോളാം. മണ്ടശിരോമണി, നീ എന്റെ ഈ വില കൂടിയ ജാക്കറ്റിൽ പൊടിയാക്കിയല്ലേ? അറിയോടോ തനിക്ക് ഇതിന്റെ വില എന്താണെന്ന്? 50 ലക്ഷം രൂപയാണ്. എത്ര ലക്ഷം? 50 ലക്ഷം രൂപയുടെ. ഈ ഷൂസ് നോക്ക്, ഇതിന്റെ വില എത്രയാണെന്ന് അറിയോ തനിക്ക്? 5 ലക്ഷം രൂപയായി ഇതിന്. എത്രയാണ്? അത് 5 ലക്ഷം രൂപ. അത് പിന്നെ സാറേ, അപ്പൊ പാന്റിന്റെ വിലയും കൂടി പറഞ്ഞാൽ അത് എത്രയാ സാറേ? എന്തിന്? ഇത് ഞാൻ തന്നോട് പറയേണ്ട കാര്യം എന്താണ്? 10 ലക്ഷം രൂപയായെന്ന്. ചെന്ന് ജോലി നോക്ക്. കുതിരകളെ ശ്രദ്ധിക്ക്. കുതിരകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഞാൻ... ഇല്ല സാറേ, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. എന്നാ ശരി, ഞാൻ പോട്ടെ. ഓ, ഈ കുതിരകളൊക്കെ എന്നെ നോക്കി കളിയാക്കി ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എപ്പ ഇവിടെ വന്നാലും പണത്തിന്റെ പെരുമയും പറഞ്ഞ് എന്നെ അങ്ങ് നാണം കെടുത്തി കളയുന്നു. താക്കൂറെ, നിന്നെ ഞാൻ ഇതുപോലെ ഒരു ദിവസം നാണം കെടുത്തി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി കളി. നോക്കിക്കോ. നീ ഉടുക്കുന്ന വസ്ത്രങ്ങൾ ലക്ഷക്കണക്കിന് വിലയുണ്ടാവാം. നിന്നെ ആരും 10 പൈസയുടെ വില പോലും വെക്കില്ല. ഒരടി മുന്നോട്ട് വെച്ചാൽ ഷൂട്ട് ചെയ്ത് താഴെ ഇടും ഞാൻ. Hands up. ഓടിക്കോ. ആരാ വന്നിരിക്കുന്നത് നോക്കൂ. ഓടിക്കോ. മര്യാദക്ക് ലോക്കറിന്റെ താക്കോലിങ് തരൂ. ലോക്കറിന്റെ താക്കോല് ഞാനൊരു ഫോൺ ചെയ്താലോ? ഹലോ, സാറേ, ഇവിടെ ബാങ്കിലെ കൊള്ള നടക്കുന്നു. താക്കോറ് വന്ന് ബാങ്ക് കൊള്ളയടിക്കുന്നു. എന്ത്? ബാങ്കിന് ഇത്ര ധൈര്യം? അതായത് കൊള്ളക്കാരന് ഇത്ര ധൈര്യം ഉണ്ടെന്നോ? ശിവ, അവിടെ ബാങ്കിലെ കൊള്ളക്കാരൻ പണം മോഷ്ടിക്കാൻ വന്നിട്ടുണ്ടത്തെ. വേഗം വന്നേ, പെട്ടെന്ന് വേണം. ആദ്യം നീ എത്തിക്കോ, നിന്റെ തൊട്ട് പിന്നാലെ ഞാനും വന്നോളാം. കൊള്ളക്കാരാ നിക്ക്. ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ ബാങ്ക് മോഷ്ടിച്ച് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ നിക്ക്. നിക്കാനല്ല പറഞ്ഞ. വേണ്ട വേണ്ട, നിക്കാനല്ല പറഞ്ഞ. കുതിര ഒന്ന് നിൽക്കാനല്ലേ പറഞ്ഞ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഒന്ന് നിർത്താൻ. എനിക്ക് വേദനിക്കുന്നു. കയറ് മുറിച്ചു കഴിഞ്ഞു. പിന്നെന്തിനാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? താങ്ക് യു ശിവ, നീ കൃത്യസമയത്ത് വന്നെ രക്ഷിച്ചു. ഓക്കെ ലഡു സിംഗ് സാർ, വെൽക്കം. ഹലോ, കാണുന്നില്ലല്ലോ. ഓ, അയാൾ ഓടിപ്പോയി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതാ കള്ളം തന്നെയാണോ? അല്ല, ഇയാള് സെയിം ജാക്കറ്റ് തന്നെയാണല്ലോ ഇട്ടിരിക്കുന്നത്.
ഈ കള്ളൻ തന്നെയാണ് ബാങ്കിൽ വന്നിട്ട് മോഷ്ടിച്ചോണ്ട് പോയത്. എടോ, എന്താണ് നിങ്ങൾ പറയുന്നത്? എന്നെ കണ്ട കൊള്ളക്കാരനെ പോലെയുണ്ടോ? നോക്കിയേ ശിവ, കുതിരപ്പുറത്ത് വന്നിരിക്കുന്ന ആൾ ആരാണ്? വരൂ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. സമി അങ്കിൾ, ഇവിടെ എന്താ തിരക്ക്? ശിവ, നിനക്കറിയോ ഇന്നലെ ബാങ്കിൽ വന്ന് പണമെല്ലാം മോഷ്ടിച്ചോണ്ട് പോയത് ഇവൻ തന്നെയാണ്. അങ്കിൾ, മോഷ്ടിച്ച സാധനം എവിടെ? തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഏയ് കുട്ടി, ഞാൻ കട്ടെന്ന് പറയുന്നു. പൃഥ്വി സിംഗ് ഠാക്കൂറിനെ കള്ളനാക്കുന്നു. ഇത്രയ്ക്ക് ധൈര്യമോ കുട്ടി? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? പിടിക്കവനെ. എന്റെ 10 ലക്ഷം രൂപയുടെ ജാക്കറ്റ് നീ നശിപ്പിച്ചല്ലോടാ. എന്റെ 5 ലക്ഷം രൂപയുടെ പാന്റ് നീ അഴുക്കാക്കി. എവനാണ് വലിയൊരു കള്ളൻ. എവനെ വെറുതെ വിടരുത്. നമ്മുടെ ശിവനെ ഇവൻ വന്ന് തള്ളി. എല്ലാവരും വന്ന് ഇവനിട്ടൊന്ന് കൊടുക്ക്. വിടരുത്. നിൽക്കൂ നിൽക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ അതിനൊന്നും എന്റെ 5 ലക്ഷം രൂപയുടെ പാന്റ്, എന്റെ 10 ലക്ഷം രൂപയുടെ ജാക്കറ്റ്, 2 ലക്ഷം രൂപ വില വരുന്ന തൊപ്പി. സാറേ, ലക്ഷക്കണക്കിന് വിലയുള്ള ഷൂസ് ഒക്കെ അഴുക്കായല്ലോ. ഓ, 50,000 രൂപയുടെ തൊപ്പിയും പോയി. വിഡ്ഢിയായ ജോലിക്കാരാ, നീ എന്തിനാ എന്റെ അടുത്ത് പണത്തിന്റെ കണക്ക് പറയുന്നത്? അതൊക്കെ എന്റെ സൗകര്യമാണ്. നിനക്കറിയേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? ഇത് വെറും 3 ലക്ഷം വിലയുടേതല്ല, 5 ലക്ഷം രൂപയുടേതാണ്. ഈ ഹാറ്റ് 4 ലക്ഷം രൂപ കൊടുത്താലും കിട്ടില്ല, 5 ലക്ഷം കൊടുക്കണം. പിന്നെ ഈ ജാക്കറ്റ് 50 ലക്ഷം രൂപയാണ്, അല്ലാതെ 10 ലക്ഷം രൂപയുടേതല്ല. വെറുതെ പൈസ കുറച്ച് പറഞ്ഞ് എന്നെ നാണം കെടുത്തരുത്. നിന്നെ ഞാൻ പിന്നീട് കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട് ഞാൻ. നീയൊക്കെ ചെവിയിൽ നുള്ളിക്കോ. ഞാനാണ് പൃഥ്വി സിംഗ് ഠാക്കൂർ. നീ എന്തോന്ന് കാണിക്കാനാ ഠാക്കൂറെ? പോക പോക നീ എത്ര നാണം കെടുമെന്ന് നീ തന്നെ നോക്കിക്കോ. പാന്റിന്റെയും ജാക്കറ്റിന്റെയും കാര്യം വിടാം, മോന്ത പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കും. വേദാനഗരത്തിന്റെ എല്ലാ സമാധാനവും പോയിരിക്കുകയാണ്. മോഷണം തന്നെ കാര്യം. കുതിരപ്പുറത്ത് വരുന്നു, തോക്ക് കാണിക്കുന്നു, സാധനം അടിച്ചു മാറ്റുന്നു. മോഷണം കൂടുകയാണ്. വേദാനഗരത്തിലുള്ളവർക്ക് ഇത് വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നു. എല്ലാ ബാങ്കുകളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നതും. ശ്രദ്ധിക്കണം. ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇതാരാണ് എന്നെ പോലെ വേഷമിട്ട് മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? എന്റെ പേര് മുഴുവൻ നശിപ്പിക്കുമല്ലോ ഇവൻ. ശരിയാ ബോസേ, അതായത് 5 ലക്ഷത്തിന്റെ വിലയുള്ള ഷൂ ധരിക്കുന്ന ഒരാള്, 10 ലക്ഷം രൂപയുടെ ജാക്കറ്റ് ധരിക്കുന്ന ഒരാള്, വാച്ച് ആണെങ്കിൽ 2 ലക്ഷം. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ മോഷ്ടിക്കുക? അപ്പൊ നീ എന്നെ ആക്കി പറയുകയാണല്ലേ? ഇനി എങ്ങാൻ എന്റെ സാധനങ്ങളുടെ വില കുറച്ച് പറഞ്ഞാൽ ശരി ശരി പൊയ്ക്കോ. ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഓ, ഇയാളെ പറ്റിക്കാനാ ഞാൻ നടന്നത്. ഇപ്പൊ ഇയാളെ എനിക്കിട്ട് വെക്കുന്ന തോന്നുന്നേ. ഇവൻ ഒരിക്കലും നന്നാവില്ല. ലഡ്ഡു സിംഗ് സാർ, ആരോ എന്നെ മനഃപൂർവ്വം ചതിക്കുകയാണ്. ഞാനൊരു കള്ളനല്ല. ഞാനത് നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു. ശരിയാണ് ശരിയാണ്. നിങ്ങൾ ലക്ഷക്കണക്കിന് വിലയുള്ള ജാക്കറ്റും ഷൂ ഒക്കെ ധരിക്കാറുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിയമത്തിനാവശ്യം തെളിവുകളാണ്. ആ തെളിവുകൾ നിങ്ങൾക്ക് എതിരായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തൽക്കാലം എടാറാം, ഇയാളെ കൂട്ടിക്കൊണ്ട് പോ വേഗം. എങ്ങോട്ടായി പോണേ? എന്താ ഇത്? ഞാൻ കള്ളനല്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ശക്തിയുള്ള കുട്ടി, ഞാൻ കള്ളനല്ലെന്ന് ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ.
ഞാൻ വേദനിക്കുന്ന കോടീശ്വരനാണ്. ഞാൻ എന്തിനു മോഷ്ടിക്കണം? 50 ലക്ഷം വിലയുള്ള ജാക്കറ്റാണ് ഇട്ടിരിക്കുന്നത്. 7 ലക്ഷത്തിന്റെ ഷൂ, 2 ലക്ഷത്തിന്റെ തൊപ്പി, 5 ലക്ഷത്തിന്റെ ഉടുപ്പ്. കഥയൊക്കെ വിട്, ഇതൊക്കെ മോഷ്ടിച്ച സാധനങ്ങളല്ലേ? ഓ എന്റെ കുട്ടി, ഇതൊന്നും മോഷ്ടിച്ചതല്ല. ഇതെല്ലാം എന്റേതാണ്. ആരോ എന്റെ ഡ്രസ് ഇട്ടിട്ട് എന്നെ ചതിച്ചതാണ്. നിങ്ങൾ ആരെങ്കിലും എന്റെ മുഖം കണ്ടായിരുന്നോ? ഞാൻ ഇൻസ്പെക്ടറിന്റെ ഡ്രസ് ഇട്ട് മോഷ്ടിച്ചാൽ ഉടനെ അത് ലഡ്ഡു സിംഗ് ആവണം എന്നില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ മോഷ്ടിക്കുന്നുണ്ടെന്നാണോ? ഇല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ശിവ, ഇയാൾ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ വേഷം അണിഞ്ഞ് ആ കള്ളൻ മോഷ്ടിക്കാൻ നടക്കാണെങ്കിലോ, അതായത് അയാൾക്കും പിടിക്കപ്പെടുന്നത് ഇദ്ദേഹവും. അതെ രവ, നീ പറയുന്നതിലും അർത്ഥമുണ്ട്. ആരായാലും ശരി, കയ്യോൾ പിടിക്കുന്നതായിരിക്കും ശരി. മുഖത്തിൽ മാസ്ക് അണിഞ്ഞ് കുതിരപ്പുറത്ത് കയറി മോഷ്ടിക്കാൻ വരുന്നുണ്ടാവും അയാൾ. ലഡ്ഡു സിംഗ് സർ, ഇദ്ദേഹത്തെ വിട്ടേക്കൂ. ഓക്കെ ശിവ, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇയാളെ പുറത്തേക്ക് വിട്ടോളാം. പക്ഷെ ഇയാള് കള്ളനല്ലെങ്കിൽ പിന്നെ ശരിക്കുള്ള കള്ളൻ ആരാണ്? ചിലപ്പോ ഇദ്ദേഹത്തിന്റെ ശത്രുവാണെങ്കിലോ? എന്റെ ശത്രുവാകാൻ മാത്രം ഇവിടെ ആർക്കും യോഗ്യതയില്ല. കാരണം ഞാൻ കോടീശ്വരനാണ്. 5 ലക്ഷത്തിന്റെ ഷഡ്ഡിയാണ്. ഇയാൾ അകത്ത് പിടിച്ചിടാം. ഇയാളുടെ പുരാണം കേട്ട് കേട്ട് എനിക്ക് വയ്യാതെയായി. സോറി, ഞാൻ ഷഡ്ഡിയെ കുറിച്ച് പറയുന്നില്ല. ഞാൻ പോവുകയാണ്. പക്ഷേ ഈ ജാക്കറ്റ് 50 ലക്ഷം ഉണ്ട് കേട്ടോ. ഷൂവിന്റെ കാര്യം പറയുവാണെങ്കിൽ ഓ, രക്ഷപ്പെട്ടു. കള്ളനെ കൈയോടെ പിടികൂടാൻ നല്ലൊരു അവസരം വന്നിരിക്കുന്നു. ലഡ്ഡു സിംഗ് സർ, ഈ ന്യൂസ് ടിവിയിൽ എല്ലാവരും കാണുക. ഒന്ന് ഇട്ടേക്കൂ. കള്ളൻ തീർച്ചയായിട്ടും കക്കാതിരിക്കില്ല. ഇത്തവണ നമ്മൾ അവനെ കൈയോടെ പിടികൂടുന്നതായിരിക്കും. ഈ ട്രെയിനിൽ ഗോൾഡ് വരുന്നുണ്ട്. പോലീസ് ഇതുവരെ ഒരു സെക്യൂരിറ്റിയും തന്നെ ചെയ്തിട്ടില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അവരുടെ പക്ഷത്ത് പോലീസുകാരില്ലെന്നാണ്. അഥവാ ഗോൾഡ് കളവ് പോയാൽ ആരായിരിക്കും ഉത്തരവാദി? ഇതിനുത്തരം പറയേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അടിപൊളി ചാൻസ് ആണിത്. ട്രെയിനിൽ നിന്ന് ഗോൾഡ് കൊള്ളയടിച്ച് കൂറ്റൻ ടാക്കൂറിനാക്കണം. ഞാൻ അങ്ങ് ഊരേ ചെയ്യും. അപ്പൊ പിന്നെ എനിക്ക് ജീവിതം മുഴുവനും ജോലിയേ ചെയ്യണ്ട. ഇനി ഇതെല്ലാം എന്റേതാണ്. മോഷ്ടിക്കുന്നതൊക്കെ അവിടെ വിട്ടേക്കൂ. ഇനി നമുക്ക് ജയിലിൽ പോയി സുഖമായിട്ട് കഴിയാം. എനിക്കു നീ ഇവിടെ വെട്ടിയോ? നീ എന്തോ സാധനം? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഒരു മിനിറ്റ്,
ഞാൻ ആ ഡ്രൈവറെ ഒന്ന് വിളിച്ച് പറയട്ടെ. ഹലോ ഡ്രൈവർ, ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ് സംസാരിക്കുന്നത്. വണ്ടി വേഗം നിർത്ത്. എന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. അല്ല ഇത് എന്റെ കള്ളന്മാരാണല്ലോ. കള്ളൻ ഞാനല്ല, ഇവനാണ്. നീയോ? നീ മോഷ്ടിച്ചിട്ട് എന്റെ പേര് ചീത്തയാക്കുവാൻ നടക്കുവാണോ നീ? അതെ ഞാൻ തന്നെ. എന്തുകൊണ്ട് ചെയ്തുകൂടാ? 10 ലക്ഷത്തിന്റെ ജാക്കറ്റ്, 8 ലക്ഷത്തിന്റെ ഷൂസ്, 2 ലക്ഷത്തിന്റെ ഹാറ്റ് എന്നിങ്ങനെ പറഞ്ഞ് നിങ്ങൾ എന്നെ നാണം കെടുത്തി. അത് ശരി, അപ്പൊ പകരം വീട്ടാൻ വേണ്ടിയാണ് നീ ഇതുപോലുള്ള പണി ചെയ്തതല്ലേ? ബൈ ദ വേ, ഇത് 10 ലക്ഷത്തിന്റെ ഷൂ അല്ല. കണ്ടോ ഇയാളെ വീണ്ടും നാണം കെടുത്തുക. അങ്കിൾ, നിങ്ങളിങ്ങനെ പണത്തിന്റെ ഹുങ്ക് പറഞ്ഞ് ഇദ്ദേഹത്തെ നാണം കെടുത്തില്ലായിരുന്നെങ്കിൽ ഇയാളിങ്ങനെ മോഷ്ടിക്കില്ലായിരുന്നു. നിങ്ങളെ കൊണ്ടുള്ള വൈരാഗ്യത്തിലാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കേ ഓക്കേ, പറഞ്ഞത് ശരിയാണ്. ഇന്നു മുതൽ ഞാൻ ഇനി ഇങ്ങനത്തെ വർത്തമാനം പറയില്ല. നീ ഒരുപാട് മോഷ്ടിച്ചത് കാരണം നീ ജയിലിലേക്ക് പോയല്ലേ പറ്റൂ. അവിടെ 3 രൂപയുടെ ഉടക്ക ചപ്പാത്തിയും 2 രൂപയുടെ തക്കാളിക്കറിയും കിട്ടും. കണ്ടോ ഇയാളുടെ സ്വഭാവം ഒരിക്കലും മാറില്ല. ഓക്കേ ഓക്കേ, ഇനി ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല. ശരി, നമുക്കിപ്പോ വേഗം ജയിലിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് നീ എനിക്ക് പറഞ്ഞു തരണം എത്ര ഉൾപ്പെടെ സാധനങ്ങൾ നീ മോഷ്ടിച്ചിട്ടുണ്ടെന്ന്. നമുക്ക് പോകാം. Watch India's largest kids library only on Jio Hotstar. Download the app now.